ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ട്രെയിനർ കിറ്റ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ പവർ കോഡ് കൊടുക്കുന്നത്. ഈ പവർ കോഡ് നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ പ്ലഗിലോട്ട് കൊടുക്കും. പ്ലഗ് ഓണാണ്. പിന്നെ കിറ്റ് ഓണാവണമെങ്കിൽ അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓണാക്കിയെങ്കിൽ മാത്രമേ കിറ്റ് ഓണാകത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടേങ്ങൾ വേണ്ട. ഇപ്പം ഗ്രീനാണ് കാണുന്നതെങ്കിൽ 0 അല്ലെങ്കിൽ ലോ കണ്ടീഷൻ, 1 ആണെങ്കിൽ ഹൈ അല്ലെങ്കിൽ 1 കണ്ടീഷൻ, റെഡാണ് 1. അന്നേരം ഈ 10 ഇൻപുട്സാണ് ഇത്രയുള്ളത്. അതിന് കറസ്പോണ്ടിങ് 10 ഔട്ട്പുട്ട്. LED നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഒന്നീ 1 അല്ലെങ്കിൽ 0. LED ഓണാവുന്നു അല്ലെങ്കിൽ ഓഫ് കണ്ടീഷൻ. അതാണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. 0 അല്ലേ 1 കണ്ടീഷൻ അല്ലേ. പിന്നെയുള്ളത് ഫിക്സഡ് ക്ലോക്കാണിത്. ഇത് മാനുവൽ ക്ലോക്ക്. നമ്മളെങ്ങനെ ഇത് വയർ ചെയ്യുന്നതെന്ന് നോക്കാം. ബ്രെഡ് ബോർഡ് എങ്ങനെ, ഈ ബ്രെഡ് ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഒരുപാട് ഉപയോഗിച്ചിട്ടേക്കുന്നതാണ്. ഹോളൊക്കെ ചിലത് വലുതായിരിക്കും. ഇതിൽ വൈസ് ഗ്യാപ്പ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രെഡ് ബോർഡ് ഉപയോഗിക്കാത്തത്. അല്ല, ഇതിൽ തന്നെ ആദ്യം വയർ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. നമ്മൾ പുതിയൊരു ബ്രെഡ് ബോർഡ് എടുത്ത് വെക്കാം. ഇപ്പം ഞാൻ ബ്രെഡ് ബോർഡ് നേരത്തെ കാണിച്ചായിരുന്നല്ലോ കണക്ഷനൊക്കെ. അതായത് നമ്മൾ